ഹായ് ഫ്രണ്ട്സ്, പ്രിയാസ് അനുശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാമല്ലേ രാവിലെ. അമ്മയും ഞാനും കൂടെ കാശി ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ പശുക്കളെ കൊണ്ടുവിടാൻ പോകുന്നതും. അതുപോലെ തന്നെ നമുക്കിന്ന് കുറച്ച് പ്ലാവലയൊക്കെ കിട്ടിയിട്ടുണ്ട് സുനിലണ്ണൻ്റെ വീട്ടിൽ നിന്ന്. അതൊക്കെ ഞങ്ങൾ വെട്ടിക്കൊണ്ട് രാവിലെ വന്നിട്ടുണ്ട്. ആടിൻ്റെ കാര്യമൊക്കെ അതുകൊണ്ട് ഓക്കെ ആയി കേട്ടോ. അതുപോലെ ഇവിടെ കുറച്ച് അതായത് കൃഷി നമ്മളുടെ കുമ്പളങ്ങ അതുപോലെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ തന്നെത്താൻ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. കുറച്ച് കുഞ്ഞു കുഞ്ഞു വീട്ടുവിശേഷങ്ങൾ. വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. നോക്കിയേ ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എൻ്റെ കീഴെ വന്നിരിക്കുവാന്നേ. ഞാൻ അങ്ങോട്ട് മാറി അവളുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ അവൾ അടുത്ത് പിന്നെയും വരും എൻ്റെ കൂടെ. ഇവളെന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. അവൾക്കതൊരു വലിയ രസം. അതാ ഞാൻ പറഞ്ഞില്ലേ പ്ലാവില കിട്ടി. ദാ കണ്ടോ, ഞങ്ങൾ രാവിലെ പോയി പ്ലാവില എടുത്തുകൊണ്ട് വന്നു. ദാ ഇത് കണ്ടോ, ഒരു കുമ്പളം. ഇതിവിടെ തനിയെ കിളിച്ച് വന്ന കേട്ടോ. ഇതിങ്ങനെ കിളിച്ച് വന്ന് ഇതിനെ ഞാൻ ഇങ്ങനെ പെരയുടെ മണ്ടയ്ക്കോട്ട് കയറ്റുമോ. കോവലിൻ്റെ കൂട്ടത്തിൽ വള്ളി ഇടാൻ വേണ്ടി ഇങ്ങനെ പെരയുടെ മണ്ടയ്ക്കോട്ട് കൊണ്ടുവയ്ക്കുമോ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താത്ത ഒരാളാണ് ഇതാ ഇവിടുത്തെ ഞങ്ങളുടെ ജാതി. ഞാനും അനുവേണ്ടും കൂടെ ഒരു പണി ഒപ്പിച്ച ഈ ജാതി ഇങ്ങനെ ആയിപ്പോയത്. ഒരു ദിവസം എന്താ ചെയ്യുന്നറിയ, ഈ തോടൊക്കെ കെട്ടുന്നതിന് മുമ്പേ ഇവിടെ എന്താ ചെയ്യുന്നറിയ, ഈ ജാതിയുടെ സൈഡിൽ ഇപ്പുറത്തായിട്ടാണ് തീ ഇട്ടത് കൊണ്ട് മാന്യമായിട്ട് തീ ഇട്ടു. തീ എന്ത് ചെയ്തു, നല്ല ശക്തമായിട്ട് അങ്ങ് പിടിച്ചു. ആ പിടിച്ച പിടുത്തത്തിൽ ഈ ജാതിയുടെ അവസ്ഥ ഇതായി. പക്ഷെ നന്നായിട്ട് ജാതിക്ക ഉണ്ടാവുമെന്നായിരുന്നു കേട്ടോ. നന്നായിട്ട് ജാതി ഉണ്ടാകുന്നത്. ഇത് കത്തിപ്പോയിട്ടും കണ്ടില്ലേ ഇപ്പോൾ പൊട്ടിക്കളിച്ച് ജാതിക്ക അവിടെ ഇവിടെയെല്ലാം ഉണ്ട്. ജാതിക്കൊരു നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. കാണാവോ ജാതിക്ക ഇതെല്ലാം ഉണ്ട്. ഇത് അച്ചാറിടാനൊക്കെ നല്ല സൂപ്പറാണ്. അവിടെ ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഇതാ കൊക്കോയ്ക്ക് ഭീഷണിയായിട്ട് ഇതാ ഇവിടുന്നും കിളിച്ച് വരുന്നുണ്ടൊരു കുമ്പളം അവിടെ ഇവിടെ എല്ലാം ഒത്തിരി കിളിച്ചിട്ടുണ്ട്. കൊക്കോ നിറച്ചിപ്പോൾ കായായിട്ടുണ്ട് കേട്ടോ. കൊക്കോയ്ക്ക് നല്ല വിലയുണ്ടെന്ന് പറയുന്നത് കേട്ടു കൊക്കോയ്ക്ക്. അതുകൊണ്ടാണ് കൊക്കോയ്ക്ക് ഭീഷണിയായിട്ട് ഇതാണ്ട് കുമ്പളം കയറി പോകുന്നുണ്ട്. ഈ കൊക്കോയെ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേന്ന് പറിക്കാനൊക്കെ പാടായിരിക്കും. ഈ ഷീറ്റിൻ്റെ അതിൻ്റെ എല്ലാം മണ്ടയ്ക്ക് ഇതെല്ലാം വീഴും. അപ്പം അതുകൊണ്ട് എൻ്റെ കോഴിപ്പിള്ളേർ കച്ചേരി തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇതാ ഞങ്ങളുടെ കിളിക്കുട്ടന്മാരെ കണ്ടോ. കഴിഞ്ഞ ദിവസം അവരുടെ കൂട്ടിനകത്ത് ചേര കയറി കേട്ടോ. ചേര കയറിയെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സേഫായിട്ടുള്ളൊരു കൂടായിരുന്നു. കുറേ നാളായി ഈ കൂട്ടിൽ ചേരയൊന്നും കയറാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. എന്താണെന്നറിയാമോ, ഞങ്ങൾ കൂട് നല്ല രീതിയിൽ കണ്ടോ അടുത്ത കണ്ണിയുള്ള കൂടെ. മറ്റേ എന്നും അങ്ങ് ചേര കയറ്റമായിരുന്നു. അങ്ങനെ ആയിട്ട് ചേര കയറാതിരിക്കാൻ നല്ല അടുത്ത് കണ്ണിയുള്ള ഇതൊക്കെ മേടിച്ചടിച്ച് നല്ല 17,000 രൂപ ചിലവാക്കി പണിഞ്ഞൊരു കൂടാ. പക്ഷെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കുഞ്ഞു ചേര ബെര പോലിരിക്കും. അതിനെ കണ്ടാൽ അത് എവിടുന്നോ വലിഞ്ഞു കയറി കുറേ മുട്ടകൾ നശിപ്പിച്ചു. അമ്മമാരെല്ലാം പറക്കും. എടാ ഇരിക്കടാ അവിടെ, നിങ്ങളെന്ന് കാണിക്കട്ടെ. ക്യാമറ ഇതിനകത്ത് കൊണ്ടുവന്നേനെ, ഫോൺ ഇതിനകത്ത് കൊണ്ടുവന്നേനെ അവന്മാരെല്ലാം കൂടെ പറന്ന് കളിക്കുന്നുണ്ടോ. ഇതിനകത്ത് റെഡ് ഐയും ഒക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരൊറ്റ റെഡ് ഐ ഇല്ല, എല്ലാം പോയി. ബാക്കി മറ്റേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റെഡ് ഐ ആയിരുന്നുള്ളത്. ഇപ്പോൾ സാധാരണ ഒരെണ്ണം ഉണ്ട് റെഡ് ഐ, വെള്ളതുകൊണ്ടായിരിക്കുന്നത്. വെള്ളക്കുട്ടൻ റെഡ് ഐ കണ്ടോ. ഞാൻ പറന്നു പോവല്ലേ. ഞാനിങ്ങനെ കൂടൊക്കെ തുറക്കുമ്പോൾ ഇവന്മാർ പറന്നു പോവും. അങ്ങനെയാണ് ഇവന്മാർ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്. പിന്നെ ഞങ്ങൾ കൊടുക്കും കേട്ടോ. അത്യാവശ്യം കടയിൽ കൊണ്ട് കൊടുക്കും. അത് വീട്ടുകാരൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഇവരെയും കൊടുക്കും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ കുമ്പളത്തിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. കണ്ടോ, വീണ്ടും കുമ്പളം വേറെ കയറിപ്പോകുന്നു. കോഴിക്കോടിൻ്റെ മണ്ടയ്ക്കോട്ടാണ് ഇങ്ങനെ കുമ്പളം പൊയ്ക്കൊണ്ടിരിക്കുക. അതും മിക്കവാറും ഈ ജാതിയെ തന്നെ എത്തിപ്പറ്റും. എന്താണ്ട് കണ്ടോ, കയറി ഈ ജാതിക്ക് ഉള്ള പണിയായിട്ടാണ് അവർ പോകുന്നത്. കോഴിക്ക് ചട്ടി വെച്ച് കൊടുത്തേക്കുന്ന ചട്ടിക്കകത്ത് കയറിയിരുന്ന് മുട്ടയിടാൻ വേണ്ടി ഇരിക്കുക. ഇട്ടോടി മുട്ട. ചട്ടിക്കകത്ത് മുട്ടയിടായിരുന്ന കോഴിയെ ഞാൻ ഡിസ്റ്റർബൻസ് ചെയ്തത് ചാടി എല്ലാം ഒന്ന് കാണിച്ചേക്കാവുന്ന കരുതിന്ന് മൊത്തത്തിൽ എല്ലാവരെയും ഒന്ന് കാണിച്ചോണ്ടുള്ള ഒരു വീഡിയോ കൂട്ടി നിൽക്കുന്ന കണ്ടോ. ഞങ്ങളുടെ ആട്ടുകുട്ടികളെ കണ്ടോ. ഇവർ 2 പേരേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവരെല്ലാം ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഇവർ 2 പേരായിട്ട് 2 പേരേ ഉള്ളതിലും കൂടി ചവിട്ടി നിരങ്ങിയിട്ടേക്കുന്നുണ്ടോ. കുറച്ച് പ്ലാവല കൊണ്ട് കൊടുത്തത് അത് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഇട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ പടവല നിറച്ച് കായായിട്ടുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്.
ഞാൻ ഈ പടവലത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തന്നെ. ഇത് കണ്ടോ, നിറയെ പടവലങ്ങ ആയിട്ടുണ്ട്, നിറച്ച് പടവലങ്ങ. തോട്ടിലോട്ടൊക്കെ ചാഞ്ഞ് കിടക്കുന്നിടത്തൊക്കെ പടവലങ്ങയാണ്. അതാണ്ടേ, എന്തായാലും 30 രൂപ കൊടുത്ത ഒരു പാക്കറ്റ് അരി ഞാൻ പടവലത്തിൻ്റെ മേടിച്ച് കഴിഞ്ഞപ്പം ആ അരിയിൽ നിന്ന് ഞാനിവിടെ കൊണ്ട് ഒരു 3-4 മൂട് പടവലത്തിനുള്ള അരി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ആ അരിയെ ഞാനിവിടെ നിരത്തി ഇട്ടു. അനുവേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ മണ്ണ് മൊത്തം വെട്ടിക്കോരി കോഴിക്കോടിൻ്റെ കീഴെ അവിടെ ഇവിടെ എല്ലാം അങ്ങിട്ടെ. എന്നിട്ട് ആ മൊത്തം ആ പടവലത്തിൻ്റെ അരി ഇട്ടത് മൊത്തം അങ്ങ് പോയി. അവിടുന്ന് ഒരരി എന്തായാലും കിട്ടി, രക്ഷപ്പെട്ട് കിട്ടി. അത് കിളിച്ചതാണ്. അതേന്ന് ഇഷ്ടം പോലെ എന്തായാലും കാ പറിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കൊല്ലയായിരുന്നു ഇതെൻ്റെ. ഈ കൊല്ലയ്ക്ക് എന്തോ പറ്റിയാന്നറിയത്തില്ല. ഇതിന് വെള്ള മുളക്, പച്ചമുളക്, വലിയ പച്ചമുളക് ആവുന്ന, പക്ഷേ ഇതങ്ങ് മുരടിച്ച് നിൽക്കുക. ഇനി എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു. തന്നെ നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ പുരയിടത്തിൽ കിളിച്ച് വരുന്ന സാധനങ്ങൾ. അതാണ്ട് ഒരു മൂട് പാവൽ. ഇത് കണ്ടോ, ഈ പാവലൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കായ്ക്കുവേ. നമ്മളിതിനെ നട്ട് വളർത്തി കായും ഒക്കെ അരിയൊക്കെ കൊണ്ടിട്ട് നട്ട് വളർത്തുവാണെങ്കിൽ ഇത് ഇത്രയും കാ പിടിക്കത്തില്ല. പക്ഷേ ഇത് ഒരു വള്ളിയൊക്കെ കെട്ടിക്കൊടുക്കുക, ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുകയെങ്കിൽ ഇത് നല്ല രീതിയിൽ കാ പിടിക്കും. ഞങ്ങൾക്ക് അങ്ങനെ നല്ല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം തോട്ടിൽ നിന്നൊരു പാവൽ കയറി വന്നിട്ട് ഞങ്ങൾ പാവൽ പറിച്ച് ഞങ്ങൾ മടുത്ത് അതുപോലെ പാവയ്ക്ക ഉണ്ടായിരുന്നു. ഇവിടെയും ഉണ്ട് 2 മൂട് പാവൽ. കണ്ട, ഇതൊക്കെ നമ്മൾ അരി വാരി എറിയുന്നതൊക്കെ വിളഞ്ഞരിയാണേ അത് കിളിക്കും. അങ്ങനെ കിളിക്കുന്നതാണ്. അതിന് ഒരു കുഞ്ഞു വള്ളിയും കെട്ടിക്കൊടുത്ത് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഞങ്ങളെല്ലാവരും കൂടെ തോട്ടത്തിൽ പോവാം കേട്ടോ, പശുവിനെ കെട്ടാനായിട്ട്. അമ്മയുണ്ട്, റോസിയുണ്ട്, ഞാനും കാശിക്കൂട്ടിനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അമ്മയുടെ കൂടെ കൂടിയതാ തോട്ടത്തിൽ പോകാൻ പശുവിനെ കെട്ടാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതുണ്ടോ, ഞങ്ങളെക്കാളും മുമ്പേ ഞങ്ങളുടെ റോസിയാണ് മുന്നിൽ നിൽക്കുന്നത്. അവളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവളിങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നടക്കും. അവരെ കൊണ്ട് ഞങ്ങൾ കണ്ടു. ഇത് കണ്ടോ, തോട്ടത്തിൽ കെട്ടി കേട്ടോ, തോട്ടത്തിൽ കെട്ടി പോച്ച കെട്ടി. ഇതെന്തോന്ന് അറിയാം, ബാക്ക്ഗ്രൗണ്ടിൽ വർത്തമാനം കേൾക്കുന്നേ. അമ്മ ഇവിടെ തോട്ടത്തിൽ കെട്ടാൻ വരുമ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരി ഇവിടെ ഉണ്ട്. അമ്മ അവരെ പുള്ളിക്കാരത്തെ കണ്ട് ആ അമ്മയോടും വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ ഇവിടുന്ന് വരത്തുള്ളൂ. ഇത് റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ. ഇപ്പം റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞ്, അതുകൊണ്ട് ഇങ്ങനെ നല്ല രസമല്ലേ കാണാനൊക്കെ. അമ്മയുടെ കൂട്ടുകാരി ഇവിടെ വർത്താനം പറയുക. അതിൻ്റെ ഇടയ്ക്ക് കഥയൊക്കെ പറഞ്ഞ് അവരിവിടെ പശുവിനെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വന്ന് നിന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് നിൽക്കും. ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞിട്ടാണ് തിരിച്ച് വരുന്നത്. അതിനിന്ന് ഞാനും കൂട്ടത്തിലിറങ്ങിയ, അമ്മ കഥ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് കൂട്ടത്തിലിറങ്ങിയ. അപ്പോൾ ഇതാ ഇനി ഇവരെ ഇവിടെയൊക്കെ വിട്ട് ഇവരെ ഇനി കൊണ്ടുപോയിട്ടേ കുളിപ്പിക്കത്തുള്ളൂ കേട്ടോ. ഇനി ചാണകം ഇരിക്കുന്നത് പറഞ്ഞ് ആരും കുറ്റം പെടുത്തേണ്ട. ചാണകമൊക്കെ ഉള്ളത് രാവിലെ ഒന്ന് ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് കറന്നത്. പിന്നെ ആ ചാണകത്തിലൊക്കെ കിടന്നതാണ്. അപ്പം ഇനിയും തിരിച്ചൊരു 11:30 ആകുമ്പോഴത്തേന് കൊണ്ടുപോകും. തിരിച്ചവിടെ വീട്ടിൽ കൊണ്ടുചെല്ലും. ചെന്നിട്ട് കുളിപ്പിച്ച് നാരായണി അഴിച്ചു വിട്ടേക്കും. അവൾ തന്നെ നടന്നങ്ങ് വരും കേട്ടോ. കുളിപ്പിച്ച് നമ്മൾ കെട്ടും. അപ്പം ഞങ്ങളുടെ ഇതൊക്കെ കണ്ട എന്ത് രസമാണെന്നറിയാവോ, നല്ല പച്ചപ്പല്ലേ. നോക്ക, കാശിക്കുട്ടന് അച്ഛമ്മയുടെ തോളെ കയറി. എടാ കാശി ഇങ്ങോട്ട് നോക്കിക്കടാ. ഹായ് പറഞ്ഞേ. ആശി ഹായും പറഞ്ഞു കേട്ടോ. കാശി ഒറ്റക്കാലെ കൊലുസൊക്കെ ഇട്ടാ നടക്കുന്നു. നോക്കി എന്താ നിന്റെ ചെരുപ്പ് എന്തിയടാ കാശി? കണ്ടില്ലേ കാശി? അമ്മ ഇവിടെ ഈ പ്ലാവിൻ്റെ ചോട്ടില്ല ഇതെല്ലാം കിളിച്ച് വന്നേക്ക്. ഇതെങ്ങനെ കിളിച്ചാൽ നമ്മൾ അരി വല്ലതും വാരി എറിഞ്ഞായിരിക്കും. കറക്കി വെട്ടിയിട്ടൊക്കെ വാരി എറിഞ്ഞതൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എന്തായാലും ഇഷ്ടം പോലെ കൊല്ല കിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇനി പറിച്ച് നടുകയാണ്. അമ്മേ ഇങ്ങോട്ട് നോക്കിയേ. അമ്മയെ കാണുന്നില്ലെന്ന് എല്ലാവരും പറയും. അമ്മേ ഇങ്ങോട്ട് നോക്കിയേ, ഒന്ന് നോക്കിയേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അമ്മയും ഞങ്ങളെല്ലാം ഇന്നലെയാണെങ്കിൽ കൊല്ലത്തമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ രാത്രി തൊട്ട കുറിയ അത് ഇതുവരെ പോയില്ല. അമ്മ മുഖം കഴിയില്ലേ? അവർ രാവിലെ മുഖമൊക്കെ കഴിയുമോ? എന്നിട്ടും പോയില്ലയോ അമ്മയുടെ കുറി? എത്രയും നേരം ഇരിക്കുമോ? രാവിലെ എത്ര പശുവിനെ കറന്നു? 2 പശുവിനെ കറന്നു. രാവിലെ 2 പശുവിനെ കറന്ന് 65 പടി കഴിഞ്ഞിട്ട് വന്ന ആളാണ്. പക്ഷെ കുറി ഇതുവരെ പോയിട്ടില്ല. അല്ല, ഇടയ്ക്ക് ഇരിപ്പുണ്ടല്ലോ കുറി. രാവിലെ ഇപ്പൊ നടന്ന വെയിലില്ലാത്തോണ്ടാ കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് അങ്ങ് നട്ട് വെള്ളം ഒഴിച്ചാൽ അതങ്ങ് നൂന്ന് നിൽക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. കിട്ടിയാ ഭാഗ്യമല്ലയോ. ഞങ്ങളുടെ അനുവേട്ടൻ എപ്പോഴാണ് മതി. അനുവേട്ടനെ ആട്ടുകുട്ടി ഇവിടെ പേടിക്കേണ്ട ആൾക്കാര്.
അനുവേട്ടൻ എന്തെങ്കിലും ഞങ്ങൾ നട്ട് വെച്ച് 2 ദിവസം കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും അനുവേട്ടന് പണിയണം. അന്നേരം ആ പണിയും കൊണ്ട് വരും. എന്നിട്ട് അത് മൊത്തം പറിച്ച് വലിച്ച് ദൂരെ കളയും. നടുവാ ഇത്രയും നിന്ന് മുറകൾ നനഞ്ഞിട്ട് പോലില്ല, വെള്ളം ഒഴിക്കണം. ഇച്ചിരി കിളിച്ചു കഴിഞ്ഞിട്ട് ഇച്ചിരി ശരാമിലോ വല്ലതും ഇടാമെങ്കിൽ അവർ ഇഷ്ടം പോലെ മുളകുണ്ടാവും. അമ്മയുടെ ഏറ്റവും വലിയ വളവാ ഷെറാമി. ഞാൻ അങ്ങനെയൊന്നും വാരിയിടത്തില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. എനിക്ക് എല്ലാം ഞാൻ വല്ല ചാണകപ്പൊടിയോ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഞാൻ ഇടത്തുള്ളൂ. എനിക്കിഷ്ടമല്ല ഈ വളമൊന്നും പുറത്തൊന്നും മേടിച്ചിടുന്നത്, ഞാൻ ഇടത്തുമില്ല. അമ്മ പറയുന്നത് ഷെറാമിൽ വലിയ രാസവളമല്ല. അമ്മ അത് വിട്ടാൽ നന്നായിട്ട് പച്ചക്കറികൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് വീഡിയോ പുറത്ത് വന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും വല്ല രാസവളമാണോ അല്ലയോ അത്. ഇവിടെ അങ്ങനെ ഇടത്തില്ല. പിന്നെ ഷെറാമിൽ അത്യാവശ്യം ഞാൻ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അതെനിക്കൊരു കൈ എത്തിപ്പറിക്കാവുന്ന രീതിയിലൊരു ചക്ക നിൽക്കുന്ന കേട്ടോ. മുറ്റത്ത് തന്നെ ഒരു പ്ലാവുണ്ട്, പ്ലാവേലെ കൈ എത്തിപ്പറിക്കാവുന്ന രീതിയിലൊരു ചക്ക. എന്നിട്ടും പഴുത്തു പോയി. അതാ രസം തന്നെ. ഇതിൻ്റെ കൂടെ നിന്നേ ഉണ്ടല്ലോ ഒരെണ്ണം അങ്ങ് പഴുത്തു പോയി. കണ്ട് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. 3 എണ്ണമായിരുന്നു അല്ലയോ അമ്മേ? 3-ൽ ഒരെണ്ണം ഞങ്ങൾ പറിച്ചു, ഒരെണ്ണം അതേ തന്നെ നിന്ന് പഴുത്തു പോയി, ഒരെണ്ണം നേടെ വിളവായി ഇങ്ങനെ നിൽക്കുക. ചക്ക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ പറിക്കാനും വേവിക്കാനും ഒന്നും ഞങ്ങൾക്ക് സമയമില്ല. പ്ലാവയിലോട്ടൊരു പ്രാഷൻ പൂട്ട് കയറിപ്പോൾ. നമ്മുടെ ജാതിയെ പണ്ട് കിടന്ന പ്രാഷൻ പൂട്ടെല്ലാം പോയതിന് വരെ ഇപ്പം പ്ലാവയിലോട്ട് പുതിയ പ്രാഷൻ പൂട്ട് കയറുന്നുണ്ട് കേട്ടോ.